بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക. ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അനവധി തെളിവുകൾ ഖുർആനിലുണ്ട് എന്ന് പറയുകയും തെളിവെന്നോണമായി ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിക ആയത്തുകൾ, അവയ്ക്കവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങൾ, മഹാന്മാരായ മുൻഗാമികൾ അവക്ക് നൽകിയ ശരിയായ വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ശുഹദാഇനെ സംബന്ധിച്ചുള്ള ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ശുഹദാക്കൾ, ആ ശുഹദാക്കളെ സംബന്ധിച്ച് ഇന്നത്തെ അന്ധവിശ്വാസികളുടെ ചില ധാരണയെ സംബന്ധിച്ചായിരുന്നു. ശുഹദാക്കൾ ഈ ഭൂമിയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ ആത്മാക്കൾ ശരീരങ്ങളുടെ ശക്തി പൂണ്ടുകൊണ്ട് ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലുമെല്ലാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം പാറി നടക്കുകയും സഞ്ചരിക്കുകയും അവർക്കിഷ്ടമുള്ളവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആകാശത്തിലും സ്വർഗത്തിലും എന്നതുപോലെ ഈ ഭൂമിയിലും ശുഹദാക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഏത് സമയത്ത് അവരെ വിളിച്ചാലും നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാനും സഹായിക്കാനും അവർക്ക് സാധിക്കും എന്ന് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ 341 പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിന് തെളിവായി അവർ ഓതുന്ന ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിവെച്ചത്. ആ ആയത്തുകൾക്ക് കടുത്ത ദുർവ്യാഖ്യാനമാണ് അവർ നൽകിയിരിക്കുന്നത് എന്നും എന്താണ് ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്നതുകൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശമെന്തെന്ന് മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ എന്താണ് പറഞ്ഞതെന്നും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിലെ കള്ളക്കളികൾ മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, 2 സ്ഥലത്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശം. ശുഹദാഇനെ സംബന്ധിച്ചവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന പരാമർശം പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് അൽ-ബഖറയിലാണ്. സൂറത്ത് അൽ-ബഖറയിലെ 154 ആയത്ത്, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. വലാ തഖൂലൂ, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച്,
അംവാത്തുന്നവർ മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉൻ, പക്ഷേ എങ്കിലും അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. വലാകിൻ ലാ തശ്ഉറൂൻ, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഇതാണ് അൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്ത്. ഇനി വന്നിട്ടുള്ള ആയത്ത് സൂറത്ത് ആലി ഇംറാനിലെ 169 ആയത്താണ്. അവിടെയും വിഷയം ഇതാണ്. അവിടെ ഒന്നുകൂടി വിശദമാക്കി. ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. അവർ എവിടെ ജീവിച്ചിരിക്കുന്നു? ഈ ഭൂമിയിലാണോ, ഖബറിലാണോ, നമുക്ക് ചുറ്റുമാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂറത്ത് ആലി ഇംറാനിൽ അതിനൊരു വ്യാഖ്യാനമെന്നോണം അല്ലാഹു അതാ മറ്റൊരു ശൈലിയിലാണ് കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് മരണപ്പെട്ടവരെന്ന് നീ വിചാരിക്കരുത്. ബല്ലെങ്കിലും അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. യുർസഖൂന, അവർക്ക് റിസ്ഖ് നൽകപ്പെടുന്നുണ്ട്, ഭക്ഷണം നൽകപ്പെടുന്നവരായ നിലയിൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഫരിഹീന, അവർ സന്തുഷ്ടരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് നൽകിയതിൽ അവർ ഏറെ സന്തുഷ്ടരാണ്. വയസ്തബ്ശിറൂന, അവർ ആഹ്ലാദം കൊള്ളുന്നു. ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരിലേക്ക് ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയത്തിന്റെയോ ദുഃഖത്തിന്റെയോ യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഈ രണ്ടായത്തുകളിലും അല്ലാഹു തആല പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുന്ന ശുഹദാക്കളുടെ പ്രത്യേകതയാണ്. നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല ശുഹദാക്കൾ മഹാന്മാരാണ് എന്ന വിഷയത്തിൽ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവർ ഏറെ പ്രാധാന്യമുള്ള മഹനീയമായ സ്ഥലങ്ങളിൽ സ്വർഗലോകത്ത് താമസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു സഹാബത്തിനോട്, എന്റെ സഹാബത്തെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ശുഹദാക്കളില്ലേ, ആ ശുഹദാക്കൾക്ക് സ്വർഗലോകത്ത് കിട്ടുന്ന സ്ഥാനം അതല്ലാത്ത സാധാരണക്കാരന് സ്വർഗത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തേക്കാൾ എത്രയോ മേലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. ഭൂമിയിൽ നിന്ന് നിങ്ങൾ വാനലോകത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാറില്ലേ? എത്ര ദൂരെയാണ് അവ സ്ഥിതി ചെയ്യുന്നത്? ഇതേപോലെയായിരിക്കും ഷഹീദല്ലാത്ത ഒരു സാധാരണ മുഅ്മിനും ഷഹീദായ മുഅ്മിനും തമ്മിൽ സ്വർഗലോകത്തുള്ള സ്ഥാനവ്യത്യാസമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏറെ സ്ഥാനവും അതേപോലെ തന്നെ പുണ്യവും അനുഗ്രഹവും ലഭിക്കപ്പെടുന്ന വിഭാഗമാകുന്നു. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഇവർ പറയുന്നത് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ശുഹദാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു. ഇവർ പറയുന്നത് ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലുമൊക്കെ ഇഷ്ടമുള്ളയിടത്ത് സഞ്ചരിക്കാനും അവരിഷ്ടപ്പെടുന്നവരുടെ വിളി കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യാനും സഹായിക്കുവാനും അവർക്ക് സാധിക്കും എന്നാണ്. ഇത് ദുർവ്യാഖ്യാനമാകുന്നു. എന്താണ് ഈ ആയത്തിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഉയർത്തിക്കാണിക്കാറുള്ള ഈ പരിഭാഷയിൽ കെ അബ്ദുള്ള മൗലവിയുടെ തഫ്സീർ ജലാലൈനിയുടെ പരിഭാഷയിൽ പേജ് 27 അൽ ബഖറയിലുള്ള ആയത്തിന് വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നു, ബൽ അഹ്യാഉൻ എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അവർ ജീവനുള്ളവരാണ്. എന്നിട്ട് ബ്രാക്കറ്റിൽ അദ്ദേഹം അതിന്റെ ഉദ്ദേശം എഴുതുന്നു.
അവരുടെ ആത്മാക്കൾ ഹരിത പറവകളുടെ ഉള്ളിലായി, പച്ചവർണ്ണത്തിലുള്ള കിളികളുടെ ഉള്ളിലായി സ്വർഗത്തിൽ ഇഷ്ടമുള്ളയിടങ്ങളിൽ വിഹരിക്കുമെന്ന് ഹദീസിലുണ്ട്. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുഹദാക്കളുടെ അർവാഹുകൾ, ആത്മാക്കൾ പച്ചവർണ്ണത്തിലുള്ള കിളികളുടെ ഉള്ളിലായി സ്വർഗലോകത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഭൂമിയിലല്ല. മുസ്ലിയാർ പറയുന്നു, ഈ ഭൂമിയിൽ ഇഷ്ടമുള്ളയിടത്ത് അവർ വിഹരിക്കുകയും അവർക്ക് ശാരീരികമായ ശക്തി കിട്ടുകയും അവരെ വിളിച്ച് സഹായം തേടുന്നവരെ, ഇഷ്ടമുള്ളവരെ സഹായിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് അവരുടെ പാളയത്തിൽ നിന്നിറങ്ങിയിട്ടുള്ള ഈ പരിഭാഷയിൽ പോലും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ് ആ ഭാഗം ഞാൻ കേൾപ്പിച്ചത്. ഇനി ഇദ്ദേഹം തന്നെ ഇതിന്റെ പേജ് 27 ഈ ആയത്ത് അവതരിക്കാൻ ഒരു കാരണം പറയുന്നുണ്ട്. എന്താണത്? ബദറിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ചത്രേ ഈ വാക്യം അവതരിപ്പിച്ചത്. അദ്ദേഹം എഴുതുകയാണ്, ബദറിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ചത്രേ ഈ വാക്യം അവതരിപ്പിച്ചത്. മുസ്ലിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടവർ 14 പേരായിരുന്നു. 6 പേർ മുഹാജിറുകളിൽ നിന്നും 8 അൻസാരികളിൽ നിന്നും. ഇക്കൂട്ടർ വധിക്കപ്പെടുകയാൽ ഐഹിക ജീവിതവും അതിലെ ആനന്ദങ്ങളും പാഴാക്കി അവരുടെ വാദമാകട്ടെ മുഹമ്മദിന്റെ തൃപ്തിയിൽ അവർ മരിച്ചു എന്നാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ ഈ ആയത്ത് അവതരിച്ചു. എന്താണ് അതിൽ പറയുന്നത്? ബദറിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളെ സംബന്ധിച്ച് മുശ്രിക്കീങ്ങൾ കളിയാക്കാൻ തുടങ്ങി. കണ്ടോ, മുഹമ്മദ് സ്വർഗമുണ്ട്, അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് പാവങ്ങൾ ബദറിന്റെ പോർക്കളത്തിൽ മരിച്ചു വീണു. ഞങ്ങളൊക്കെയാണെങ്കിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അപ്പോൾ എന്തായി? ദുന്യാവിലുള്ള സുഖസൗകര്യങ്ങളും ഈ പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി വേറെ എന്തോ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ മൂഢന്മാര് ഷഹീദുകളായത്, അല്ലെങ്കിൽ മരിച്ചുപോയത്. എന്ത് കിട്ടാനാ അവർക്ക് എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളെ നോക്കിക്കൊണ്ട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. ഇല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ കൊല്ലപ്പെട്ടുവെങ്കിലും ലൗകികമായ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി അവരുടെ ദേഹം വിയോഗം സംഭവിച്ചു എന്നേയുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ദുന്യാവിൽ കിട്ടുന്ന ഭക്ഷണത്തെക്കാൾ സ്വാദിഷ്ടമായ ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയാണ് എന്ന് അവരുടെ സ്ഥാനത്തെ സംബന്ധിച്ചും പ്രത്യേകതയെ സംബന്ധിച്ചും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദുന്യാവിൽ അവർ കൊല്ലപ്പെട്ടതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് വലിയ പുണ്യവും ഏറ്റവും വലിയ ആനന്ദത്തിലുമാണ് അവര് എന്ന് അവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ടും അവരുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ എഴുതുന്നു. ഇത് ടി.കെ. അബ്ദുള്ള മൗലവിയുടെ പരിഭാഷയിൽ നിന്നാണ് എഴുതിയത്. ഇനി നിങ്ങൾ നോക്കൂ, അതേ പാളയത്തിലെ മറ്റൊരു മനുഷ്യന്റെ പരിഭാഷയാണ്, അഥവാ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റഹ്മാൻ ഫീ തഫ്സീരിൽ ഖുർആൻ എന്ന മലയാള പരിഭാഷയിൽ അദ്ദേഹം എഴുതുന്നു, അതിന്റെ 1-ാം വാള്യം 228-ാമത്തെ പേജിൽ, പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് ശത്രുക്കൾ പലതും പറഞ്ഞു നടക്കുമായിരുന്നു. ആ പാവങ്ങൾ മരിച്ചുപോയെന്നും മുഹമ്മദിന്റെ വാക്ക് കേട്ടതുകൊണ്ടാണ് അവർക്ക് ഈ ദുര്യോഗം വന്നതെന്നും അതിനാൽ എല്ലാ സുഖസന്തോഷങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടെന്നും മറ്റും അവർ തട്ടിവിട്ടു. ശത്രുക്കളുടെ ദുഷിച്ച അത്തരം പ്രചരണത്തെ ഇവിടെ തല്ലി തകർത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ ലൗകിക രീതി അനുസരിച്ച് ദേഹവിയോഗം ചെയ്തവരാണെന്ന് പറയാം, അഥവാ ദുന്യാവിന്റെതനുസരിച്ച് അവരുടെ ദേഹം ഇവിടെ നിന്ന് പോയി എന്ന് പറയാം. വാസ്തവത്തിൽ അവർ നശിച്ചു പോയിട്ടില്ല, അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇതാണ് കൂറ്റനാട് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫത്ഹുർ റഹ്മാൻ എന്ന ഖുർആൻ പരിഭാഷയിൽ രേഖപ്പെടുത്തിയത്. ഇവിടെയും അവരാരും പറഞ്ഞില്ല ശുഹദാക്കളെ വിളിച്ചാൽ വിളി കേൾക്കും, അവർ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മളാണ് വിളിച്ച് സഹായം തേടിയാൽ സഹായിക്കാൻ റെഡിയായിട്ട് അവർ ഇവിടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കേവി പോലും മനസ്സിലാക്കിയില്ല. ഇനി 2-ാമത്തെ ആയത്ത് നോക്ക്, ആലി ഇമ്രാനിൽ 169-ാമത്തെ ആയത്ത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അതിന് കേവി തന്നെ എഴുതുന്നാർത്ഥം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ വധിക്കപ്പെടുന്നവർ ബാഹ്യമായി ഐഹിക ജീവിതം വിട്ടുപോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ മരണമടഞ്ഞുപോയെന്ന് വിചാരിക്കരുത്. അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരും ഇഹലോക ഭക്ഷണത്തെക്കാൾ എത്രയോ സ്വാദിഷ്ടങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ നൽകപ്പെടുന്നവരുമാണ്. ഫത്ഹുർ റഹ്മാൻ 1-ാം വാള്യം 510-ാം പേജ്. അദ്ദേഹം തന്നെ എഴുതുന്നു, ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണവും അദ്ദേഹം പറയുന്നു. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ സഹോദരന്മാർ
ഈ ആയത്തിനെ സംബന്ധിച്ച് ഉഹദിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ചാണ് അഭിപ്രായ പ്രകാരമാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളുടെ സഹോദരന്മാർ ഉഹദിൽ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അള്ളാഹു അവരുടെ ആത്മാക്കളെ പച്ച നിറമുള്ള ചില പക്ഷികളുടെ ഉള്ളിലാക്കി. അവ സ്വർഗത്തിലെ ആറുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയും അതിലെ പഴങ്ങൾ ഭക്ഷിക്കുകയും അർശിന്റെ താഴ്ഭാഗത്തുള്ള സുവർണ ദീപാലങ്കാരങ്ങളിൽ ചേക്കേറുകയും ചെയ്യും. ഈ ആനന്ദാർഭാടാഹ്ലാദപൂർണമായ ജീവിതം കണ്ട് അവർ പറഞ്ഞു, അള്ളാഹു നമുക്ക് ഒരുക്കിത്തന്ന ഈ ഭവങ്ങളെപ്പറ്റി നമ്മുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവർ ധർമ്മസമരങ്ങളിൽ നിന്ന് വിരക്തരാവുകയും പുണ്യയുദ്ധങ്ങളിൽ നിന്ന് അകന്നുപോവുകയും ചെയ്യുകയില്ലായിരുന്നു. അവരുടെ ഈ ആഗ്രഹം കേട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇക്കാര്യം ഞാൻ അവർക്ക് അറിയിച്ചുകൊള്ളാം. എന്നിട്ട് ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ചു. ഫത്ഹുർ റഹ്മാൻ 1-ാം വാള്യം 510-ാം പേജ്. മലയാളത്തിൽ കിട്ടാവുന്ന മറുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അല്പകാലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള 2 പരിഭാഷകളിൽ നിന്നാണ് ഈ 2 ആയത്തുകളുടെയും അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ എടുത്തുദ്ധരിച്ചത്. എന്തിനു വേണ്ടിയെന്നോ, ഇവര് പ്രാമാണികരായ പണ്ഡിതന്മാരാണെന്നോ ഇവരെഴുതിയത് മുഴുക്ക ശരിയാണെന്നോ ധരിപ്പിക്കാൻ വേണ്ടിയല്ല. ഇത് മുജാഹിദുകളുടെ പുത്തൻവാദമല്ല. ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള പൗരാണികരായ മുഫസ്സിരീങ്ങളുടെ തഫ്സീറുകളെല്ലാം പരിശോധിച്ചു നോക്കിയിട്ടുള്ള അല്പമെങ്കിലും പടച്ചവനെ പേടിയുള്ള ആരെങ്കിലും ഭൂമുഖത്തുണ്ടെങ്കിൽ അവരെഴുതിയിട്ടുള്ള മുഴുവൻ തഫ്സീറുകളിലും ഈ ആയത്തിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ മാത്രമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മലയാളത്തിലുള്ള പരിഭാഷകളിൽ നിന്ന് നിങ്ങളെ കേൾപ്പിച്ചത്. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ശുഹദാക്കളുടെ സ്ഥാനത്തെ സംബന്ധിച്ചാണ്. അവർ ജീവിച്ചിരിക്കുന്നു, പക്ഷേ എങ്ങനെയാണ് അവരുടെ ജീവിതം? പരലോകത്തവർക്ക് ആഹാരം നൽകപ്പെടുന്നു. എങ്ങനെയാണ് അവർ ഭക്ഷിക്കുന്നത്? എങ്ങനെയാണ് അവർ വെള്ളം കുടിക്കുന്നത്? നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ശുഹദാക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തേക്ക് അവരുടെ ആത്മാക്കൾ മടക്കുന്നില്ല. ഈ ഭൂമിയിൽ അവരുടെ ആത്മാവുകൾ ശരീരങ്ങളുടെ ശക്തിയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മുസ്ലിയാർ വാദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെ സഹായിക്കാൻ അവർ ഓടിയെത്തുമെന്ന് ജനങ്ങളുടെ മുമ്പാകെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടുത്ത ദുർവ്യാഖ്യാനമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ശുഹദാക്കളുടെ ആത്മാവുകൾ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് രണ്ടാമതൊരിക്കൽ തിരിച്ചു വരുന്നില്ല. അവരതിനു വേണ്ടി കൊതിച്ചിട്ടും തിരിച്ചു വരുന്നില്ല. ശുഹദാക്കൾ കൊതിക്കുന്നുണ്ട്, ഒന്നുകൂടി ദുന്യാവിലേക്കൊന്ന് മടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അവരുടെ ആ ആഗ്രഹം പോലും സഫലീകരിക്കപ്പെടുന്നില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തഫ്സീർ ഇബ്നു കസീർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം, യുഖ്ബിറു തആല, അല്ലാഹു തആല നമ്മളോട് അറിയിക്കുന്നു, അന്ന ശുഹദാ, തീർച്ചയായും രക്തസാക്ഷികൾ, ഫീ ബർസഖിഹിം, അവരുടെ ബർസഖിയായ ലോകത്ത്, അഹ്യാഉൻ, ജീവിച്ചിരിക്കുന്നവരാണ്, യുർസഖൂന, അവർക്ക് അന്നം നൽകപ്പെടുന്നു. കമാ ജാഅ ഫീ സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ. എന്താണ് സഹീഹ് മുസ്ലിമിൽ വന്നത്? ഇന്ന അർവാഹ ശുഹദാഇ, തീർച്ചയായും ശുഹദാക്കളുടെ ആത്മാവുകൾ, ഫീ ഹവാസില തുയൂർ, ഖളിരിൻ, പച്ച നിറത്തിലുള്ള ചില പക്ഷികളുടെ ഉള്ളിലായി, തസ്റഹു ഫിൽ ജന്നാ ഹൈസു ശാഅത്, ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ സ്വർഗ്ഗലോകത്ത് അവ ഇങ്ങനെ പാറിക്കളിക്കുന്നു. സുമ്മ തഅവീ, എന്നിട്ടവ അഭയം തേടുന്നു, ഇലാ ഖനാദീല മുഅല്ലഖാ തഹ്തൽ അർശി, അർശിന്റെ ചോടെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചില സുവർണ ദീപാലങ്കാരങ്ങളിലേക്ക്, ചില സുവർണ ദീപങ്ങളിലേക്ക് അവർ ചേക്കേറുന്നു. ഫത്തല അലൈഹിം റബ്ബുക തിലാഅ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശുഹദാക്കളുടെ ആത്മാക്കളോട് ചോദിച്ചു, മാദാ തബ്ഗൂന, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? എന്റെ ശുഹദാക്കളെ, നിങ്ങൾ എന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിപ്പോൾ സ്വർഗ്ഗലോകത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുമുണ്ടോ? നിങ്ങൾക്ക് വല്ല പ്രതീക്ഷകളുമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം. ഫഖാലു, അന്നേരം ശുഹദാക്കൾ പറയും, യാ റബ്ബനാ വഅയ്യു ശൈഇൻ നബ്ഗി വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, ഞങ്ങൾക്കിനി എന്ത് പൂതിയാണുള്ളത്? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം സൃഷ്ടികളിൽ നിന്ന് ആർക്കും നൽകാത്തത്ര സൗകര്യങ്ങളും സുഖങ്ങളും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ എന്താണ് ഞങ്ങൾക്കിനി ആഗ്രഹിക്കാനുള്ളത്? സുമ്മ ആദാലൈഹിം ബിമിസ്ലി ഹാദാ, പിന്നെയും റബ്ബവരോട് ആവർത്തിച്ച് ചോദിക്കുന്നു, വല്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന്. അന്നേരം ഫലമ്മാ റഅൂ അന്നഹും ലാ യുതറകൂന മിൻ അൻ യുസ്അലൂ, അന്നേരം അവർ വീണ്ടും റബ്ബിനോട് ചോദിക്കുകയാണ്. ഖാലു, അവർ പറയുന്നു, നുരീദു അൻ തറുദ്ദനാ ഇല ദാരി ദുനിയാ ഫനുഖാതില ഫീ സബീലിക ഹത്താ നുഖ്തല ഫീക മറത്തൻ ഉഖ്റാ. അല്ലാഹുവേ,
ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അൻതറുദ്ദനാ, നീ ഞങ്ങളെ രണ്ടാമതും ഒന്ന് മടക്കണം. എങ്ങോട്ട്? ഇലദ്ദാരി ദുന്യാ, ദുന്യാവാകുന്ന ലോകത്തിലേക്ക് ഞങ്ങൾക്കൊന്നുകൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാ? ദുന്യാവിൽ ഒന്നുകൂടി പോയിട്ട് സുഖിക്കാനല്ല. ഫനുഖാതില ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി കൊല്ലപ്പെടണമെന്ന് കൂടിയുണ്ട്. അതാഗ്രഹം, അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എന്നിട്ട് നിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുകയും ഹത്താ നുഖ്തല ഫീക മറത്തൻ ഉഖ്റാ, രണ്ടാമതൊരു തവണ കൂടി നിന്റെ മാർഗത്തിൽ തന്നെ രക്തസാക്ഷികളായി കൊല്ലപ്പെടണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ശുഹദാക്കൾ അങ്ങനെ ആഗ്രഹിച്ചതെന്ന്? ലിമാ യറൗന മിൻ സവാബി ഷഹാദത്തി, ശുഹദാക്കൾക്ക് സ്വർഗ്ഗലോകത്ത് കിട്ടുന്ന സ്ഥാനത്തിന്റെ മഹത്വം അങ്ങ് മനസ്സിലായപ്പോൾ അവർക്ക് തോന്നിപ്പോയി, ഒന്നുകൂടി ദുനിയാവിൽ നിന്ന് പല പ്രാവശ്യം യുദ്ധം ചെയ്യുകയും പല പ്രാവശ്യം രക്തസാക്ഷികളായി കൊണ്ടിങ്ങനെ രക്തസാക്ഷിത്വത്തിന്റെ കൂലി മനസ്സിലായപ്പോൾ അതൊന്നുകൂടി ചെയ്യാൻ സാധിച്ചെങ്കിൽ, ഒന്നുകൂടി ദുനിയാവിൽ പോയി യുദ്ധം ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്നവർക്ക് തോന്നിപ്പോയി. അതാണ് റബ്ബിനോട് അവർ പറഞ്ഞത്, ഒന്നുകൂടി മടക്കിയാൽ നന്നായിരുന്നു. ഫയഖൂലു റബ്ബു ജല്ല ജലാലുഹു, അന്നേരം റഹ്മാനായ തമ്പുരാൻ അവരോട് മറുപടി കൊടുക്കുന്നു, ഇന്നീ കതബതു അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഇനി ഒരിക്കലും അവർ ദുന്യാവിലേക്ക് മടങ്ങിപ്പോകുന്നവരല്ലെന്ന് ഞാൻ നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീരുമാനത്തിൽ മാറ്റമില്ല. ഈ മറുപടിയാണ് ശുഹദാക്കൾക്ക് കിട്ടുന്നത്. എന്തേ നിങ്ങൾക്ക് മനസ്സിലായത്? ശുഹദാക്കളുടെ ഏറ്റവും വലിയ ഒരു പൂതി എന്താ? ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കപ്പെടണം, രക്തസാക്ഷിയായി വീണ്ടും തിരിച്ചു വരണം. ഈ ആഗ്രഹം പോലും അവർക്ക് നടപ്പാക്കപ്പെടുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരെല്ലാം ഇത് രേഖപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ ആധികാരിക വ്യാഖ്യാതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി പറയുകയും ചെയ്തു. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഒരിക്കലും ലോകം കണ്ടിട്ടില്ല എന്ന മട്ടിൽ, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാൻ തന്നെ കിട്ടില്ല എന്ന മട്ടിൽ മുസ്ലിയാർ കടുത്ത ദുർവ്യാഖ്യാനം നടത്തുകയാണെന്ന്. ശുഹദാക്കളുടെ അർവാഹുകൾ ശാരീരിക ശക്തി പ്രാപിച്ചുകൊണ്ട് ഭൂമിയിലൊക്കെ അവരിങ്ങനെ ഇഷ്ടം പോലെ വിഹരിക്കുകയും അവരിഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടുന്നവർക്ക് സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ കാണില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്താ ഇതിൽ മനസ്സിലാകുന്നത്? ഖബറുകളിലോ ഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തോ അല്ല ശുഹദാക്കൾ ജീവിക്കുന്നത്. ശുഹദാക്കൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, അവർ ഖബറിലോ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തോ അല്ല ജീവിക്കുന്നത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അവർക്ക് ആഹാരം നൽകപ്പെടുന്ന രീതി അദൃശ്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ശുഹദാക്കൾക്ക് ആഹാരം നൽകപ്പെടുന്നത്? അവർ ഭൂമിയിലുള്ള ആളുകളെ സഹായിക്കുമെന്ന ഒരു സൂചന പോലും ആയത്തിലോ ഹദീസിലോ വന്നിട്ടുമില്ല. മൂന്നാമതായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സ്വന്തം ആഗ്രഹം എന്തായിരുന്നു? സ്വന്തം ആഗ്രഹം ഒന്നുകൂടി തിരിച്ചു വന്ന് ഷഹീദായി മടങ്ങിപ്പോവുക എന്നുള്ള സ്വന്തമായ ആ ആഗ്രഹം പോലും നിവർത്തിക്കാൻ അനുവദിക്കപ്പെടാത്ത നിലയിലാണ് അവരുടെ തന്നെ സ്ഥിതിയെങ്കിൽ പിന്നെ എങ്ങനെ അവർ ഭൂമിയിൽ വന്നുകൊണ്ട് ഭൂമിയിലുള്ള മറ്റാളുകളെ സഹായിക്കും? ഇതിനൊക്കെ ഈ ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മറുപടി പ്രതീക്ഷിക്കുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്യങ്ങളുടെയും നേരെ കടുത്ത കയ്യേറ്റവും ക്രൂരമായ അട്ടിമറിയും നടത്തിക്കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഈ വിഭാഗം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ശുഹദാക്കളായ ആളുകൾ, എത്രയോ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പ്രവാചകന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഷഹീദുകളായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അതല്ലെങ്കിൽ സ്വഹാബാ കിറാമോ ഏതെല്ലാം സന്നിഗ്ധ ഘട്ടങ്ങൾ അവർക്കുണ്ടായി ജീവിതത്തിൽ, എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ ഘട്ടങ്ങളും ഉണ്ടായി അവർക്കെല്ലാം, ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മഹാനായ പ്രവാചകനോ സഹാബത്തോ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു ഷഹീദിനെയോ ശുഹദാക്കളെയോ വിളിച്ചുകൊണ്ട് സഹായം തേടിയതായി, അവരിൽ നിന്ന് രക്ഷ പ്രതീക്ഷിച്ചതായി, അവരിൽ നിന്ന് ആഗ്രഹ സഫലീകരണത്തിന് അവരെ സമീപിച്ചതായി ഒരൊറ്റ ആയത്തിൽ, ഒരൊറ്റ ഹദീസിൽ, ഒരൊറ്റ പ്രമാണങ്ങളിലും കാണിച്ചു തരാൻ ഖിയാമത്ത് നാൾ വരെ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത്ര വ്യക്തമാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ ബലങ്ങൾ. ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്,
ശുഹദാക്കളെ സംബന്ധിച്ച് നമുക്ക് അവരുടെ സ്ഥാനത്തെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്നാരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്, ശുഹദാക്കളെ സംബന്ധിച്ച് ഇവർക്ക് മതിപ്പില്ല, ശുഹദാക്കളെ ഇവർക്ക് പുച്ഛമാണ്, ശുഹദാക്കൾക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വഹാബിയെ കിട്ടില്ല, ജാഹിദിനെ കിട്ടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ പറയും. വാസ്തവത്തിൽ അതൊന്നും ശരിയല്ല. ശുഹദാക്കൾക്കുള്ള സ്ഥാനമെല്ലാം ശുഹദാക്കൾക്കുണ്ട്. പക്ഷേ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, അവരെ വിളിച്ച് സഹായം തേടാം. അവര് മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ് എന്നതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അവരെ വിളിച്ചാൽ നമ്മുടെ വിളി കേട്ടുകൊണ്ട് സഹായിക്കാൻ ഈ ഭൂമിയിൽ എല്ലായിടത്തും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വ്യാഖ്യാനം ഇബ്ലീസിന്റെ വ്യാഖ്യാനം മാത്രമാകുന്നു. ഖുർആനും സുന്നത്തുമായി ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അവർ പറയുന്ന മറ്റൊരായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവല്ലാത്തവരും നമ്മുടെ സഹായികളാണ്, അവരെ വിളിച്ച് നമുക്ക് സഹായം തേടാവുന്നതാണ്, അവരെ നമ്മൾ സഹായിക്കും. സാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അമ്പിയാക്കന്മാരുമൊക്കെ നമ്മൾ അവരെ വിളിച്ച് സഹായം തേടിയാൽ അവർ നമ്മെ സഹായിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പോലും. ഏതാണ് ആ ആയത്ത്? ആ ആയത്താണ് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്. എന്താ അതിൽ അല്ലാഹു പറയുന്നത്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما. ഇതാണ് സൂറത്തുൻ നിസായിലെ 69-ഉം 70-ഉം ആയത്തുകൾ. ഇതിന് ഇവർ നൽകുന്ന അർത്ഥം ഞാൻ ആദ്യം കേൾപ്പിക്കാം. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അക്കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കിട്ടിയ നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരോടൊപ്പമാണ്. വഹസന ഉലൈക റഫീഖ, അവർ ഉത്തമ സഹായികളുമാണ്. ഇതാണ് ഇവർ കൊടുക്കുന്ന അർത്ഥം. എന്നിട്ട് അവരുടെ വ്യാഖ്യാനം, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടുന്നവർക്ക് മഹത്തുക്കളുടെ സഹായമുണ്ടാകുമെന്നും. ശരിക്ക് ശ്രദ്ധിച്ചോളണം, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടുന്നവർക്ക് മഹത്തുക്കളുടെ സഹായമുണ്ടാകുമെന്നും അവരിൽ നിന്ന് സഹായം ലഭിക്കുമെന്നുമാണ് മേൽ ആയത്ത്. തൗഹീദ് സമഗ്ര പഠനം പേജ് 340. മുസ്ലിയാരുടെ വ്യാഖ്യാനമാണത്. ഇവിടെ എന്തായി? അല്ലാഹു എന്താ പറഞ്ഞത്? ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ, റസൂലിനെയും അനുസരിച്ചാൽ, അതായത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞകളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ടൊരാൾ നല്ല ജീവിതം നയിച്ചാൽ, ഫൗലായിക, അപ്പോൾ അക്കൂട്ടർ, മഅല്ലദീന, അവർ, അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളവരോടൊപ്പമാണ്. എവിടെ? സ്വർഗത്തിൽ. പരലോകത്തെ കാര്യ പറയുന്നത്. പരലോകത്തിൽ അവർ ആരോടൊപ്പമാണ്? മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാർ, വസ്സിദ്ദീഖീന, സത്യസന്ധന്മാർ, വശുഹദാഇ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സദ്വൃത്തരായ മറ്റു വ്യക്തികൾ, വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല സുഹൃത്തുക്കളാകുന്നു. ഇതാണ് അല്ലാഹു പറഞ്ഞത്. സ്വർഗത്തിൽ എത്ര നല്ല സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞവരൊക്കെ. ആ ആയത്തിന്റെ അർത്ഥത്തെയാണ് നേരെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിയാർ പറഞ്ഞത്. ഇവരെത്ര നല്ല സഹായികളാണ് നമ്മെ സഹായിക്കാൻ. സ്വർഗത്തിൽ ഇവരെത്ര മുന്തിയ കൂട്ടുകാരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. മുസ്ലിയാർ പറയുന്നു, നമ്മെ സഹായിക്കാനും നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഓടിയെത്തി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ എത്ര നല്ല സഹായികളാകുന്നു ഇവര്. ഇതാണ് മുസ്ലിയാർ കൊടുത്ത വ്യാഖ്യാനം. ഇത് ഇബ്ലീസിന്റെ വ്യാഖ്യാനമാണ്. കാരണം ഈ തഫ്സീർ തന്നെ പരിശോധിക്കുക. ഈ തഫ്സീറിന്റെ പരിഭാഷയുടെ തന്നെ 92-ാമത്തെ പേജ്, അതിൽ വഹസന ഉലൈക റഫീഖ എന്നുള്ളതിന് അദ്ദേഹം നൽകുന്ന അർത്ഥം എന്താണ്? ഉത്തമമായ ഒരു സുഹൃത്ത് സംഘമാണത്. കണ്ടോ, സ്വർഗത്തിൽ ഉത്തമമായ ഒരു സുഹൃത്ത് സംഘമാണത് എന്നാണ് ടീക്കെ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ എഴുതിയത്. അതിന്റെ 92-ാമത്തെ പേജിൽ നിന്ന് ഞാൻ ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം വായിക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് അതിന് അദ്ദേഹം നൽകുന്ന അർത്ഥം, അല്ലാഹുവിനെയും റസൂലിനെയും ബ്രാക്കറ്റിൽ അവർ ആജ്ഞാപിച്ചതിൽ ബ്രാക്കറ്റ് ക്ലോസ് വല്ലവനും അനുസരിച്ചാൽ, അക്കൂട്ടർ അല്ലാഹു തങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത നബിമാർ, സിദ്ദീഖുകൾ,
ബ്രാക്കറ്റിൽ സത്യസന്ധന്മാർ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ബ്രാക്കറ്റ് ക്ലോസ്, രക്തസാക്ഷികൾ, സദ്വൃത്തർ എന്നിവരോടൊപ്പമത്രേ. ഉത്തമമായ ഒരു സുഹൃൽ സംഘമാണത്. കേട്ടോ, ഉത്തമമായ ഒരു സുഹൃൽ സംഘമാണത്. എവിടെ? സ്വർഗത്തിലെ കാര്യമാണ് അവിടെ അള്ളാഹു തആല പറയുന്നത്. നോക്കിക്കോ, കെവിയുടെ തഫ്സീറിൽ 1-ാം വാള്യം 586-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ട് നടന്നാൽ അവർ ബ്രാക്കറ്റിൽ പരലോകത്ത്, ദുനിയാവിലെ കാര്യമല്ല സ്വർഗത്തിലെ കാര്യമാണ് പറയുന്നത്, അവർ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ നബിമാര്, സിദ്ദീഖുകൾ, ശുഹദാവ്, സാലിഹുകൾ എന്നിവരുടെ കൂടെയായിരിക്കും. അവരെത്ര വിശിഷ്ട സഹവാസികൾ, അവരെത്ര വിശിഷ്ട സഹായികൾ എന്നല്ല, അവരെത്ര വിശിഷ്ട സഹവാസികൾ എന്ന് കെ വി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 1-ാം വാള്യം 586-ാമത്തെ പേജിൽ പറയുന്നു. ഈ കാര്യത്തിന് വല്ല സംശയവുമുള്ള ആളുകൾ തഫ്സീർ റാസി നോക്കിക്കോട്ടെ, തഫ്സീർ ജമൽ നോക്കട്ടെ, തഫ്സീർ ഹാസിന് നോക്കട്ടെ, ഇബ്നു കസീർ നോക്കട്ടെ, റൂഹുൽ ബയാൻ നോക്കട്ടെ, ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ പരിശോധിക്കട്ടെ, സാവിയുടെ തഫ്സീർ പരിശോധിക്കട്ടെ, ബൈളാവിയിൽ പരിശോധിക്കട്ടെ, വേണ്ട പള്ളിതരത്തിൽ മുസ്ലിയാക്കന്മാര് ബർക്കത്തിനോടുന്ന ജലാലയിലെങ്കിലും പരിശോധിക്കട്ടെ. എവിടെയെങ്കിലും പറഞ്ഞോ എന്ത്? ഈ ലോകത്ത് അവർ നമ്മെ സഹായിക്കാൻ എത്ര നല്ല സഹായികളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. എല്ലാരും പറഞ്ഞു ഇതൊക്കെ സ്വർഗത്തിലെ കാര്യമാണ് പറയുന്നത്. വളരെ വ്യക്തമാണ് ആയത്ത്. ഈ ലോകത്തെ കാര്യമേ മിണ്ടിയിട്ടില്ല. പരലോകത്ത് സ്വർഗത്തിൽ ഇവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്നാ പറഞ്ഞത്. ഇനി ആയത്തിന്റെ വിശദീകരണം ഒന്നുകൂടി മനസ്സിലാക്കാൻ, ഏത് പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കിയാൽ കാര്യം വളരെ വ്യക്തമാവും. എന്താ ഈ ആയത്തിറങ്ങാൻ കാരണം? ഇബ്നു കസീർ പറയുന്നു, قال ابن جرير عن سعيد بن جبير قال جاء رجل من الأنصار إلى رسول الله صلى الله عليه وسلم. അൻസാരികളിൽ നിന്നുള്ള ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹത്തിന്റെ പേര് സൗബാൻ എന്നായിരുന്നു എന്ന്. വഹുവ മഹ്സൂനുൻ, അദ്ദേഹം വളരെ ദുഃഖിതനാണ്. വല്ലാത്ത ദുഃഖത്തോടുകൂടി മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തോ അദ്ദേഹത്തിന് വല്ലാത്ത മനക്ലേശമുണ്ടെന്ന്. അങ്ങനെയുള്ള ദുഃഖം പൂണ്ട മുഖവുമായി റസൂലുള്ളാഹിയുടെ സന്നിധിയിലതാ ഒരു സ്വഹാബി വരുന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം റസൂലുള്ളാഹി അദ്ദേഹത്തോടങ്ങ് ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക മഹ്സൂനാ, എന്താണ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യ നിന്റെ മുഖത്ത് ഇത്ര വല്ലാത്ത വിഷാദം കാണുന്നതെന്താ? എന്താ ഇത്ര ദുഃഖിതനായി നിന്നെ കാണുന്നത്? ഫഖാല, നേരം ആ സ്വഹാബി പറയുന്നു, യാ നബി അല്ലാഹ് ശൈഉൻ ഫക്കർതു ഫീഹി, ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് വല്ലാത്ത ദുഃഖം. അക്കാര്യം എനിക്ക് ചിന്ത വരുമ്പോഴെല്ലാം വല്ലാത്ത മനപ്രയാസം തോന്നുന്നു. ഫഖാല, നേരം റസൂലുള്ളാഹി ചോദിച്ചു, മാഹുവ, എന്ത് ചിന്തിക്കുമ്പോഴാണ് നിനക്ക് ഇത്ര വിഷമം തോന്നാന്നത്? എന്ത് ചിന്തിച്ചിട്ടാണ് നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഖാല, നേരം സഹാബി പറയുന്നു, പ്രവാചകരെ, നഹ്നു നഗ്ദു അലൈക, ഞങ്ങൾ രാവിലെ താങ്കളുടെ അടുക്കൽ വരുന്നു, വനറൂഹു, വൈകുന്നേരവും ഞങ്ങൾ വരുന്നു, മടങ്ങിപ്പോകുന്നു, നൻദുറു ഇലാ വജ്ഹിക വനുജാലിസുക, നിങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കാനും നിങ്ങളുടെ കൂടെ തന്നെ കഴിയാനും ഒക്കെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഭാഗ്യം കിട്ടുന്നുണ്ട്. നിങ്ങളെ കാണാനും നിങ്ങളുടെ വർത്തമാനം കേൾക്കാനും നിങ്ങളുടെ മുഖത്ത് നോക്കാനും നിങ്ങളോടൊപ്പം സഹവസിക്കാനും ഒക്കെ ദുനിയാവിൽ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇനി മരണം നടന്നു കഴിഞ്ഞാൽ, വഗദന്നാട് പരലോകത്തെത്തിയാൽ, തുർഫഉൻ നബീൻ, അമ്പിയാക്കൾക്ക് കിട്ടുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് നബിയെ നിങ്ങളങ്ങ് ഉയർത്തപ്പെട്ടു പോകും. ഫലാ നസിലു ഇലൈക, പിന്നെ നിങ്ങളെ ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടില്ലല്ലോ. അതോർത്തുകൊണ്ടാണ് നബിയെ ഇത്ര വല്ലാത്ത ദുഃഖവും വിഷമവും ഉള്ളത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യറുദ്ദ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈആ, അല്ലാഹുവിന്റെ റസൂല് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ ഒപ്പുണ്ടാവുമെന്ന് പറയാൻ ധൈര്യമില്ല. വഹയും പ്രതീക്ഷിച്ചങ്ങനെ ഇരുന്നു. എന്ത് മറുപടി കൊടുക്കണം, എന്റെ ശിഷ്യനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നു. ബിഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്തും ഓതിക്കൊടുത്തു. പ്രയാസപ്പെടണ്ടെന്ന് പറയൂ. വമയ്യുതിഇല്ലാഹ വർ-റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ,
അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളുമൊക്കെ ഒത്തുചേരുന്ന ആ സ്ഥലത്ത് അവരുമുണ്ടാകും. വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരായിരിക്കും ഇവരെന്നോ. ഈ ആയത്തം ഓതിക്കൊടുത്തു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞേച്ച സഹാബിയെ വിളിപ്പിച്ചിട്ട് ഈ സന്തോഷ വാർത്ത അങ്ങ് അറിയിച്ചു കൊടുത്തു. തഫ്സീർ ഇബ്നു കസീർ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യം പല മുഫസ്സിരീങ്ങളും ഇതേ രൂപത്തിൽ തന്നെ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തിന്റെ അവതരണ പശ്ചാത്തലവും മനസ്സിലായല്ലോ. എന്താ അതിലൊക്കെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം കൂടിക്കഴിഞ്ഞിരുന്ന സഹാബാക്കൾക്ക് ദുഃഖം. എന്താ? മരിച്ചാലിന് റസൂലുള്ളാഹിനെ കാണില്ലല്ലോ. റസൂലുള്ളാഹിക്ക് സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനമാണല്ലോ. സ്ഥാനം ഉന്നതമാണെങ്കിലും നിങ്ങൾക്ക് അവിടെയും എന്നെ കാണാനും സംസാരിക്കാനും നമുക്ക് ഒരുമിക്കാനും സന്തോഷിക്കാനും ബന്ധപ്പെടാനും ഒക്കെ അവസരമുണ്ട്. അതിന് നിങ്ങൾ എന്തേ വേണ്ടൂ? അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുക, റസൂലുള്ളാഹിയുടെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അഥവാ ഖുർആനും സുന്നത്തും അതിൽ പറയുന്ന നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നിങ്ങളങ്ങ് നയിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട. പരലോകത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം അവരെ കാണാനും ബന്ധപ്പെടാനും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുമൊക്കെ ഏറ്റവും നല്ല കൂട്ടുകാരായിക്കൊണ്ട് ഇവരെയും നിങ്ങൾക്ക് പരലോകത്ത് റബ്ബ് നൽകും എന്ന സന്തോഷ വാർത്തയാണ് റബ്ബ് ഇതിൽ അറിയിച്ചിട്ടുള്ളത്. ആ ആശയത്തെയാണ് അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിയാരെന്ത് പറഞ്ഞത്? അമ്പിയാക്കൾ സഹായിക്കും, ശുഹദാക്കൾ സഹായിക്കും, സാലിഹീങ്ങൾ സഹായിക്കും, സിദ്ദീഖുകൾ സഹായിക്കും. എത്ര നല്ല സഹായികളാണ് അവരതുകൊണ്ട് വിളിച്ചോ, എവിടെ വെച്ചും വിളിച്ചോ. എത്ര നല്ല സഹായികളാണ് അല്ലാഹു യഥാ പറഞ്ഞിരിക്കുന്നു. വഹാബി മൗലവി ഇവരല്ലാതെ പറഞ്ഞതാണ്. ഇവരസ്ഥനായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, എന്ത്? എവിടെ വെച്ചും വിളിച്ചോ, നിന്നെ സഹായിക്കാൻ എത്ര നല്ല സഹായികൾ ഇനി ലോകത്ത് വേറെയില്ലാണ്. അതുകൊണ്ട് വിളിച്ചോളൂ, വിളിച്ചോളൂ. ഇതാണ് ഇബ്ലീസിന്റെ തരത്തിൽ നിന്ന് ഓതിപ്പടിച്ച ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആശയത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് അവർ എന്നർത്ഥം. ഇതാണ് ഈ ആയത്തിന്റെ ശരിയായ രൂപത്തിലുള്ള വ്യാഖ്യാനം. എന്നിട്ട് അള്ളാഹു 70-ാമത്തെ ആയത്തിൽ പറയുന്നു, ദാലികൽ ഫദ്ലു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമാ. ദാലികൽ ഫദ്ലു മിനല്ലാഹ്, ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത്, പരലോകത്ത് മഹാന്മാരോടൊത്ത് സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു ഔദാര്യമാകുന്നു. വകഫാ ബില്ലാഹി അലീമാ, അല്ലാഹു മതി, അവൻ ഏറ്റവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവൻ അറിയുന്നവനായി അല്ലാഹു തന്നെ മതി എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ഈ ആയത്തിലും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ, അമ്പിയാക്കളെ വിളിച്ചോളൂ, ശുഹദാക്കളെ വിളിച്ചോളൂ, സാലിഹീങ്ങളെ വിളിച്ചോളൂ, സിദ്ദീഖീങ്ങളെ വിളിച്ചോളൂ, അവർ നിങ്ങളുടെ സഹായികളാണ്, നിങ്ങളുടെ വിളി കേട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവർ ഉത്തരം ചെയ്യുമെന്ന് ഈ ആയത്തിലും അള്ളാഹു പറഞ്ഞിട്ടില്ല. ദുർവ്യാഖ്യാനമാകുന്നു അത്. അല്ലെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതായിരിക്കാം റസൂലുള്ളാഹിക്കും സഹാബത്തിനൊക്കെ അല്ലേ? റസൂലുള്ളാഹി ഓതിക്കൊടുത്തത് അന്ന് ജീവിച്ചിരിക്കുന്നു സഹാബത്തിനല്ലേ? ആരെങ്കിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി വിളിച്ചോ? ഏതെങ്കിലും നബിനെ വിളിച്ചോ? ഏതെങ്കിലും സിദ്ദീഖീങ്ങളെ വിളിച്ചോ? ഏതെങ്കിലും ശുഹദാക്കളെ വിളിച്ചോ? ഏതെങ്കിലും സാലിഹീങ്ങളെ വിളിച്ചോ? വിളിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത് കടുത്ത ദുർവ്യാഖ്യാനമാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുഹദാക്കളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 4 വിഭാഗത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോൾ ഗ്രഹിച്ചു കഴിഞ്ഞു. അല്ലാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 2 ആയത്തുകളും വളരെ പ്രാധാന്യപൂർവ്വം എല്ലാ വാദപ്രതിവാദ സ്റ്റേജുകളിൽ നിന്നും അവരുടെ വിവിധ ഭാഷകളിൽ ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളിലൂടെയും കാസറ്റുകളിലൂടെയും ഒക്കെ ഈ ആയത്ത് കാര്യമായി പൊക്കിപ്പിടിച്ചുകൊണ്ട് കണ്ടോ, ഇവർ നമ്മളെ സഹായിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. അത് ദുർവ്യാഖ്യാനമാണ്. അതിന്റെ ശരിയായ വ്യാഖ്യാനം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും അവർ പറയുന്ന ആയത്തുകളുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബാക്കറാമും വ്യാഖ്യാനിച്ച അതേ അർത്ഥത്തിലും ആശയത്തിലും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും ആ വിശ്വാസം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിച്ച് മരിച്ചു പോക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ.